യുധിഷ്ഠിരൻ സ്വർഗത്തിലെത്തിയപ്പോൾ കൗരവർ അവനെ വിനയപൂർവ്വം സ്വീകരിച്ചു. അവൻ ദേവന്മാരോട് ചോദിച്ചു, തന്റെ സഹോദരന്മാരും ദ്രൗപദിയും എവിടെയാണ്? ദേവന്മാർ നരകത്തിന്റെ വാതിലിലേക്ക് വിരൽ ചൂണ്ടി. വേദനയുടെയും പീഡനത്തിന്റെയും നിലവിളി കേട്ട് യുധിഷ്ഠിരൻ കോപത്തിൽ നിറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ രാജ്യദ്രോഹികളായ കൗരവർ ഇവിടെയുള്ളത്? എന്തിനാണ് എന്റെ സഹോദരന്മാർ കഷ്ടപ്പെടുന്നത്? ദേവന്മാർ പുഞ്ചിരിയുടെ മറുപടി പറഞ്ഞു, കൗരവർ കൊല്ലപ്പെട്ടത് യുദ്ധക്കളത്തിൽ വച്ചാണ്. യുദ്ധക്കളത്തിൽ അവരുടെ ദുഷ്ടപ്രവൃത്തികൾ ശുദ്ധീകരിക്കപ്പെട്ടു. ഇനി അവർക്ക് സ്വർഗത്തിൽ ജീവിക്കാം. യുധിഷ്ഠിരൻ ചോദിച്ചു, എന്നാൽ എന്റെ കുടുംബ ധർമ്മത്തിന് വേണ്ടി പോരാടി, പക്ഷെ കൗരവരോ? ദേവന്മാർ പറഞ്ഞു, നിങ്ങളുടെ രാജ്യം, എല്ലാ ലൗകിക ബന്ധങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചു, പക്ഷേ നിങ്ങളുടെ വിദ്വേഷം ഉപേക്ഷിച്ചിട്ടില്ല. ഇതുകൊണ്ട് എങ്ങനെ നിങ്ങൾ സ്വർഗം നേടും? എല്ലാ വാക്കുകളുടെയും ഉറവിടമായ കൃഷ്ണന്റെ വിരാട രൂപത്തെ യുധിഷ്ഠിരൻ പെട്ടെന്ന് കാണുന്നു. ദ്രൗപദി, കുന്തി മുതൽ കൗരവർ, പാണ്ഡവർ, എല്ലാ സാധ്യതകളും കൊലയാളികളും കൊല്ലപ്പെട്ടവരുമെല്ലാം മഹാവിഷ്ണുവിന്റെ ഉള്ളിലാണെന്നും മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ആ രൂപത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി. സ്വർഗത്തിലെ വിശുദ്ധ ജലത്തിൽ മുങ്ങി മുക്തി നേടി. അവൻ ആത്യന്തിക വിജയം നേടി. സ്വർഗത്തേക്കാൾ ഉയരത്തിൽ ദൈവത്തിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പോയി. സ്വർഗത്തിൽ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. വൈകുണ്ഠത്തിൽ ഒരുവൻ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനാകുന്നു. മഹാഭാരതം അവസാനിക്കുന്നത് പാണ്ഡവരുടെ വിജയത്തിലല്ല, മറിച്ച് യുധിഷ്ഠിരന്റെ വിജയത്തിലാണ്. ഇതാണ് ആത്മീയ വിജയം, മഹാഭാരതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.